ഒരു വീട്ടമ്മയായ എനിക്ക് കിട്ടാവുന്ന ഏറ്റവും വലിയ അംഗീകാരങ്ങളിൽ ഒന്നാണിത്. ഇടപ്പള്ളിയിലുള്ള ചീനവല റെസ്റ്റോറൻറ്റിലെ മാനേജ്മെൻറ്റും ഷെഫും കൂടെ ഞങ്ങളെ വന്ന് മീറ്റ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് എൻ്റേതായ കുറച്ച് റെസിപ്പീസ് അവരുടെ കിച്ചണിൽ അവിടുത്തെ ഷെഫുമാർക്ക് കാണിച്ചു കൊടുത്തു. അവരത് റീക്രിയേറ്റ് ചെയ്ത് ഗസ്റ്റിന് സെർവ് ചെയ്തു. അങ്ങനെ 2 വീക്കെൻഡായിട്ട് ഫ്രൈഡേ, സാറ്റർഡേ, സൺഡേ എൻ്റെ ഫുഡ് ഫെസ്റ്റിവൽ അവിടെ നടന്നു. അപ്പോൾ എനിക്കത് വളരെ വലിയ എക്സ്പീരിയൻസ് ആയിരുന്നു. ഇതിനകത്ത് കാണുന്ന ഡിഷസൊക്കെ എൻ്റേതാണ്. അതായത് ഒരു പാൽക്കപ്പ കോംബോയുണ്ട്, പിന്നെ നമ്മുടെ കരിമീൻ ചെറിയുള്ളി റോസ്റ്റുണ്ട്, നല്ല കുഞ്ഞപ്പമുണ്ട്, അതിൻ്റെ കൂടെ പുളിയില അരച്ച് പുരട്ടിയ മത്തി ഫ്രൈ ഉണ്ട്, ഇത് പുളിച്ചേപ്പമാണ്. പിന്നെ അതിൻ്റെ കൂടെ കഴിക്കാൻ പറ്റുന്ന നല്ല കൊഴുത്ത തേങ്ങാപ്പാൽ ഗ്രേവിയിലുള്ള കോഴിക്കറിയുണ്ട്. പിന്നെ ഇത് ബട്ടർ ഗാർലിക് ക്രാബാണ്. ഇതെല്ലാം കഴിച്ചവർക്കൊക്കെ ഇഷ്ടമായി. ഗസ്റ്റുമായിട്ട് ഞങ്ങൾ ഇൻട്രാക്ട് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ അവരുടെ ഫീഡ്ബാക്കും വളരെ നല്ല ഫീഡ്ബാക്കാണ് ഞങ്ങൾക്ക് കിട്ടിയത്. ഒത്തിരി ഫുഡ് ബ്ലോഗേഴ്സ് വന്നിരുന്നു, അവരും ടേസ്റ്റ് ചെയ്തിട്ട് നല്ല അഭിപ്രായമാണ് പറഞ്ഞത്. പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ കരിയറിലെ ഏറ്റവും വൺ ഓഫ് ദ ഗ്രേറ്റ് എക്സ്പീരിയൻസ് എന്ന് വേണമെങ്കിൽ പറയാം. ഒരിക്കലും ഞാൻ വിചാരിച്ചിരുന്നില്ല സാധാരണ ഒരു വീട്ടമ്മയായ എൻ്റെ ഡിഷസ് ഇങ്ങനത്തെ ഫേമസ് ഒരു റെസ്റ്റോറൻറ്റിൽ പോയി കാണിച്ചു കൊടുത്ത് അവിടെ സെർവ് ചെയ്യാൻ പറ്റുമെന്നുള്ളത്. അപ്പോൾ ഇത് എനിക്ക് ഭയങ്കര വലിയൊരു ഗ്രേറ്റ് അച്ചീവ്മെൻ്റാണ്. അതിലെ കുറച്ച് ഡിഷസ് ഞാൻ നിങ്ങൾക്കിപ്പോൾ പരിചയപ്പെടുത്തി തരാം. ഇത് നമ്മുടെ ബട്ടർ ഗാർലിക് ക്രാബാണ്. പിന്നെ ഇത് നെയ്മീൻ, നല്ല തേങ്ങാപ്പാലിൽ വറുത്തെടുത്ത നെയ്മീനാണ്. പിന്നെ ഇത് പൂത്തിറച്ചി, നല്ല തേങ്ങാപ്പാലിൽ തന്നെ കുക്ക് ചെയ്ത് കടുക് വറുത്ത് മുകളിലിട്ടിട്ടുണ്ട്. അടിപൊളി ടേസ്റ്റാണ് ഇതിന്. ഇത് പാലപ്പത്തിൻ്റെ ബാറ്റർ വെച്ചിട്ട് നമ്മൾ പണിയാരം ചട്ടിയിൽ കുഞ്ഞപ്പം ഉണ്ടാക്കി. കുഞ്ഞപ്പവും അതിൻ്റെ കൂടെ കോഴിക്കറിയാണ് സെർവ് ചെയ്തത്. പിന്നെ ഇത് ഇരുമ്പം പുളിയും മത്തിയും കൂടെ പാല് പിഴിഞ്ഞ കറി. പിന്നെ ഇത് നമ്മുടെ പോത്തിറച്ചി, ഒരു തൃശ്ശൂർ സ്റ്റൈലിൽ തേങ്ങ വറുത്ത് ക്രഷ് ചെയ്ത് ആഡ് ചെയ്തൊരു പോത്തിറച്ചി. പിന്നെ കാളാഞ്ചി മപ്പാസ്, ഇങ്ങനെ ഒത്തിരി ഡിഷസ് സെർവ് ചെയ്യാൻ പറ്റി. പിന്നെ ഏറ്റവും ഫാസ്റ്റായിട്ട് മൂവ് ചെയ്തത് നല്ല ചെമ്മീൻ മാങ്ങ പപ്പടം തോരനാണ്. അതും നന്നായിട്ട് മൂവ് ചെയ്തു. അപ്പോൾ എന്തായാലും എൻ്റെ ജീവിതത്തിൽ മറക്കാൻ പറ്റാത്തൊരു അനുഭവം തന്നെയാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തത്. പിന്നെ ഒരു കാര്യം കൂടി, ഈ വർഷത്തെ വനിതാ പാചകറാണി കോൺടെസ്റ്റിൽ എൻ്റെ ഡെസേർട്ട് ഐറ്റം ആയിരുന്നു വൈറ്റ് ചോക്ലേറ്റ് മാംഗോ പുഡിങ്. അപ്പോൾ അതും അവിടുത്തെ ഷെഫ് എന്നോട് വേണമെന്ന് പറഞ്ഞായിരുന്നു. അതിൻ്റെ റെസിപ്പിയും കൊടുത്തു. പക്ഷേ അതിശയിപ്പിക്കുന്ന വിധത്തിൽ ഏറ്റവും കൂടുതൽ മൂവ് ചെയ്ത ഒരു ഡെസേർട്ടാണ് ചീനവല റെസ്റ്റോറൻറ്റിൽ. ഇത് ഇപ്പോഴും അതവിടെ സെർവ് ചെയ്യുന്നുണ്ട്. അപ്പം അതിനുള്ള കടപ്പാട് എനിക്ക് വനിതയോടും ഉണ്ട്. താങ്ക് യു.